കാരണങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഏതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ളതൊക്കെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാരണങ്ങൾ കീഴ്പ്പെടുത്തി കൊടുക്കലുണ്ട് എന്നത് ശരിയാണല്ലോ. ഇത് വെച്ചുകൊണ്ട് നോക്കുമ്പോ ഏഷ്യാനെറ്റുകാർ ഉണ്ടാക്കിയ ഒരു പണിയുണ്ട്. ഇപ്പോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അതിലേതോ ഒരു വടകരോ മറ്റോ ഉള്ള ഒരു തങ്ങളെ നേതൃത്വത്തിൽ കുത്താറാത്തീബ് നടക്കുന്നത്രേ. അത് അത്ഭുതങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അവർ ചെയ്യുന്നത്. എന്നിട്ട് പുതിയ പഴയ ചില മദനിമാരൊക്കെ അത്ഭുതപ്പെടുക, ഇപ്പോഴും നമ്മളൊക്കെ എത്ര കാലമായി ഈ തൗഹീദും ദീനും പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്, ഇപ്പോഴും വിജാതിയൊക്കെ ബാക്കിയുണ്ടോ എന്ന് അത്ഭുതപ്പെടുന്നിടത്ത് നിങ്ങൾ ആരും അത്ഭുതപ്പെടുക. അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സാധിക്കുമോ? ആളുകളുടെ ഇഷ്കാലി ആതൈനാഹുമിൻകുല്ലിശൈഇൻ സബബ എന്ന് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നൊരവസ്ഥയുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കത്തിക്ക് മുറിക്കാനുള്ളത് എന്ന കഴിവ് സ്വന്തം അള്ളാഹു കൊടുത്തിട്ടില്ല. കത്തി ഉപയോഗിക്കുമ്പോൾ മുറിയുക എന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നതാ. കത്തി കേവലം കാരണമാണ്. തീയിൽ ചാടിയാൽ കരിയുക എന്നത് കേവലം തീ ഒരു കാരണം മാത്രമാ. തീക്ക് കരിക്കാനുള്ള കഴിവിൽ അള്ളാഹു കൊടുത്തെങ്കിലേ കരിയൂ. അതുകൊണ്ട് കത്തി കൊണ്ട് കുത്തല് മാത്രമല്ല, ദിക്ർ ചൊല്ലി നിക്ഷബന്ദി തരീഖത്തുകാരൊക്കെ ഇന്നും ചെയ്യുന്നു. ചുറ്റുപാ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ആളിക്കത്തി അതിൽ കണൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ കുണ്ടാരത്തിന്റെ ചുറ്റും നിന്ന് ദിക്ർ ചൊല്ലി, ദിക്റിന്റെ ഒരു പ്രത്യേക അവസ്ഥയെത്തുമ്പോ കൂട്ടത്തോടെ ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും അവിടെ വെച്ച് അത് കെട്ട് അണഞ്ഞു പോകുന്നത് വരെ നിന്ന് ദിക്ർ ചൊല്ലുകയും ചെയ്തിട്ട് ഒരിക്കൽ പോലും അവരുടെ കാലിന് ഒരു രോമം കരിഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ജാലവിദ്യയാണോ മേജിക്കാണോ എന്നൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. ആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ. ആവശ്യമുള്ള മഹാന്മാർക്ക് ആവശ്യമുള്ള കാരണങ്ങൾ കീഴ്പ്പെടുത്തുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകണ്ട. അള്ളാഹു ആർക്കെങ്കിലും മുറിക്കുന്ന കത്തിയുടെ കാരണം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചാൽ മുറിയില്ല. തീയാവുന്ന കാരണത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീ ഉപയോഗിച്ചാൽ കരിയില്ല. ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. എന്തുകൊണ്ട്? വെള്ളത്തിലിറങ്ങിയാൽ താഴുപോലാണ്. പക്ഷേ അതൊരു കാരണം മാത്രമാണ്. താഴാൻ അള്ളാഹു അനുമതി കൊടുത്തെങ്കിലല്ലേ താവൂ, ഇല്ലെങ്കിൽ താവില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വിശ്വസിച്ചാൽ നിങ്ങൾ കൂടെ അധികം ഒന്നും പോണ്ട. ഓരോന്ന് ഞാൻ എണ്ണി പറയുന്നു.